ലോകം മാറുകയാണ്, ഇലക്ട്രിക് യുഗത്തിലേക്ക് മാറുകയാണ്. പെട്രോൾ ആയുധമാക്കപ്പെട്ടപ്പോ ലോകം പുതിയ സയൻസിന്റെ പുതിയ ഗവേഷണങ്ങൾ അതിശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് വിഭവങ്ങളുടെ പേരിലാണ് യുദ്ധം, വിഭവങ്ങളുടെ പേരിലാണ് യുദ്ധം. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെയും ഒക്കെ കാരണങ്ങൾ എടുത്ത് ഉയർത്തിക്കാട്ടുമ്പോഴും വിഭവങ്ങളുടെ പേരിലാണ് യുദ്ധങ്ങൾ. കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലമായി അറേബ്യൻ ഉപദ്വീപ് മിഡിൽ ഈസ്റ്റ് ഏറ്റവും വലിയ യുദ്ധക്കളമായി മാറുമ്പോൾ അതിന് ശാപത്തിന് വഴി തുറന്നത് അറേബ്യൻ ഉപദ്വീപിലെ എണ്ണ സമ്പത്തായിരുന്നു, എണ്ണയായിരുന്നു. ആ എണ്ണയ്ക്ക് വേണ്ടി ലോകം കടിപിടി കൂടുന്നു. ആ എണ്ണയുടെ ആധിപത്യം ഇനി എത്ര കാലം കൂടി നിൽക്കും? വേൾഡ് എനർജി ഫൗണ്ടേഷന്റെ ഒക്കെ സ്റ്റഡി 2040 ആവുമ്പോൾ എണ്ണയുടെ ലഭ്യത തന്നെ തീരും. പിന്നെ ലോകം എങ്ങനെ സഞ്ചരിക്കും എന്നതിനെ കുറിച്ചുള്ള ഗവേഷണങ്ങളിൽ നിന്നുമാണ് ലിഥിയം എന്ന പുതിയ കെമിക്കൽ, പുതിയ മൂലകത്തിനെ കുറിച്ച് കണ്ടെത്തുക. അതെവിടെയാണുള്ളത്? അതിനെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ ഏറ്റവും കൂടുതൽ അഫ്ഗാൻ മലമടക്കുകളിലാണ്. ഒരുപക്ഷെ അടുത്ത ലോകത്തിന്റെ ഏറ്റവും വലിയ അടുത്ത ലോകശക്തി ഇന്ന് GCC രാജ്യങ്ങള് പറുദീസ പോലെയായി മാറിയതുപോലെ വരും വർഷങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ ഇന്ന് നിരക്ഷരകുക്ഷിതരായ ആളുകൾ കഴിയുന്നു, വിദ്യാഭ്യാസമില്ല, കാട്ടുവാസികളാണ് എന്നെല്ലാം പലരും പറയുന്ന അഫ്ഗാനികൾ ഒരുപക്ഷെ ലോകത്തിന്റെ നെറുകയിലേക്ക് വരുമോ? അത്ര വലിയ സമ്പന്നരായി വരുമാറും. ലോകം അടുത്ത വർഷങ്ങളിൽ ഏറ്റവും അധികം മത്സരിക്കാൻ പോകുന്ന, കടിപിടി കൂടാൻ പോകുന്ന, ലോകത്തിന്റെ ഏറ്റവും ആവശ്യ ഘടകമായി മാറുന്ന ലിഥിയം അഫ്ഗാന്റെ മലമടക്കുകളിലാണ് പടച്ചോൻ ഏറ്റവും കൂടുതൽ കൊടുത്തേക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് തോറബോറ മലനിരകളുടെ പേര് പറഞ്ഞുകൊണ്ട് വേൾഡ് ട്രേഡ് സെന്ററിനെ കൂലിപ്പട്ടാളത്തിനെ ഉപയോഗിച്ച്, തങ്ങളുടെ തന്നെ അടിമകളെ ഉപയോഗിച്ചുകൊണ്ട് കൂലിപ്പട്ടാളത്തിനെ ഇറക്കി തകർക്കുകയും അതിന്റെ മറപിടിച്ചുകൊണ്ട് മുസ്ലിം വേഷം കൊടുത്ത തങ്ങളുടെ തന്നെ മൊസാദിന്റെ ഏജന്റുമാരെ ഓരോ മുസ്ലിം പേരുള്ള സംഘടനകളുടെ പേരും പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ഞങ്ങളാണ് ചെയ്തതെന്ന് പറയും, കുറെ പേരുകളും പറയും. എല്ലാം പറഞ്ഞിട്ട് അഫ്ഗാനിലേക്ക് നരനായാട്ട് നടത്താനുള്ള വഴി തുറന്നു കൊടുത്തതും ലിഥിയത്തിന് വേണ്ടിയിട്ടാണ്.